ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു ഹൈക്കോടതി പുറപ്പെടുവിച്ച വെർഡിക്റ്റാണ് ഇന്നലെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ നിന്നുണ്ടായത്. ഈ വിഷയത്തിൽ വളരെ ആക്റ്റീവായി നിൽക്കുന്ന വ്യക്തിയായിട്ട് പോലും ഞാനിത് അറിയാൻ വൈകിട്ടായി. കാര്യം വേണ്ട പ്രാധാന്യം നമ്മുടെ മലയാള മാധ്യമങ്ങൾ അതിന് കൊടുത്തോ എന്ന് സംശയമാണ്. ഇംഗ്ലീഷ് മാധ്യമങ്ങൾ കുറെ കൂടെ പ്രാധാന്യത്തോടെ ഈ വാർത്ത കൊടുക്കുകയുണ്ടായി. പക്ഷേ മലയാള മാധ്യമങ്ങൾ വേണ്ട പ്രാധാന്യവും പ്രസക്തിയും ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു വിധിന്യായം ഉണ്ടാകുന്നത് എന്നിട്ട് പോലും അതിനെക്കുറിച്ച് ചർച്ചകളോ അതിനെക്കുറിച്ച് വേണ്ട രീതിയിൽ കവറേജോ കൊടുത്തോ എന്ന കാര്യം സംശയമാണ്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ഇന്ത്യയുടെ നീതിന്യായ ചരിത്രത്തിൽ കഴിഞ്ഞ 75 വർഷത്തെ നീതിന്യായ ചരിത്രത്തിൽ ആദ്യമായി ഒരു ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഒബ്സർവേഷൻ മാത്രമല്ല വിധിന്യായത്തിൽ എഴുതിയിരിക്കുന്ന കാര്യമാണ്. അതായത് ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുള്ള ഒബ്സർവേഷൻ പോലും വളരെ പ്രധാനമാണ്. പക്ഷേ ഒബ്സർവേഷനെ പോലെ തന്നെ അതിനേക്കാൾ പ്രാധാന്യമുള്ളതാണ് വിധിയിൽ എഴുതുന്ന കാര്യങ്ങൾ. ആ വിധിയിൽ എഴുതിയ ഹൈക്കോടതിയിൽ ഒബ്സർവേഷനും വിധിന്യായവുമാണ് നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നു, സ്ത്രീകളുടെ മൊഴികളെ കണ്ണും പൂട്ടി വിശ്വസിക്കേണ്ട ആവശ്യമില്ല. അതായത് ഇതുവരെയുള്ള നീതിന്യായ സംവിധാനത്തിന്റെ നിലപാട് പെൺകുട്ടിയുടെ മൊഴി മാത്രമുണ്ടെങ്കിൽ അല്ലെങ്കിൽ സ്ത്രീയുടെ മൊഴി മാത്രമുണ്ടെങ്കിൽ കേസുമായി മുമ്പോട്ട് പോകാം, മൊഴികളിൽ വൈരുദ്ധ്യമില്ലെങ്കിൽ ആ വ്യക്തിയെ ശിക്ഷിക്കാം എന്ന് വരെയായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ജസ്റ്റിസ് ശ്രീ കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ച് അദ്ദേഹം ചരിത്രത്തിൽ എഴുതപ്പെടുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. കുഞ്ഞികൃഷ്ണൻ സാറിന്റെ ബെഞ്ച് പറയുന്നു, കൃത്യമായ ഇംഗ്ലീഷ് ആദ്യം പറയാം, അതിന്റെ മലയാളമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. വുമൻസ് കംപ്ലൈന്റ് നീഡ് നോട്ട് ബി ടേക്കൺ ആസ് ഗോസ്പൽ ട്രൂത്ത്. അത് ഒരു ഗോസ്പൽ ട്രൂത്ത് ആയിട്ടോ അല്ലെങ്കിൽ കണ്ണടച്ച് വിശ്വസിക്കേണ്ട കാര്യമില്ല. വ്യാജ പരാതിക്കാർക്കെതിരെ നടപടി വേണം. അടുത്തത്, പോലീസ് വ്യാജ പരാതിക്കാർക്കെതിരെ നീങ്ങുന്നതിൽ ഭയപ്പെടേണ്ട കാര്യമില്ല. നിയമപരമായ സംരക്ഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകും. എനിക്കതിൽ വളരെ സന്തോഷമുള്ള ഒരു കാര്യം, അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓപ്പൺ കോടതിയിൽ എന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് അലക്സ് കെ ജോണോട് രാഹുൽ ഈശ്വറിനെ ഈ വിഷയം അറിയിക്കണമെന്നും പോരാട്ടങ്ങൾ ഇതുപോലെയുള്ള കേസുകൾക്ക് വേണ്ടി ആകണമെന്നും ആരെയും താഴ്ത്തിക്കെട്ടുകയോ ബാക്കി കാര്യങ്ങൾ പറയേണ്ട ആവശ്യമില്ല. ഹണി റോസിനെ മനസ്സിൽ വെച്ചിട്ടാണ് പറയുന്നത്. ആരെയും, അങ്ങനെയാണ് ഹൈക്കോടതി പറയുന്നത്, അങ്ങനെ ആരെയും ഒരു കാരണവശാലും ഒന്നും പറയേണ്ട ആവശ്യമില്ല. എന്നാൽ ഇതേപോലത്തുള്ള കേസുകൾ മെൻസ് റൈറ്റ് അല്ലെങ്കിൽ പുരുഷന്മാർക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന ആൾക്കാർ ഏറ്റെടുക്കണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എന്റെ പേര് മെൻഷൻ ചെയ്ത് എന്റെ അഡ്വക്കേറ്റിനെ മെൻഷൻ ചെയ്ത് പറയുകയുണ്ടായി. അത് വളരെ സന്തോഷവും അഭിമാനവും നൽകുന്ന ഒരു കാര്യമാണ്. ഇന്ത്യയുടെ നീതിന്യായ വ്യവസ്ഥയിൽ ഇത് ആദ്യമായിട്ടാണ് സംഭവിക്കുന്നത്. ഇതുവരെയുള്ള കേസുകളിൽ ഹൈക്കോടതികളടക്കം ബഹുമാനപ്പെട്ട സുപ്രീം കോടതികളടക്കം എടുത്തു വന്ന സമീപനം പെൺകുട്ടിയുടെ മൊഴി ഉണ്ടെങ്കിൽ അത് മാത്രം മതി എന്നൊരു കാര്യമായിരുന്നു. അത് ശരിയുമായിരുന്നു ആ കാലഘട്ടത്തിൽ. കാര്യം സ്ത്രീകൾ അങ്ങനെ കള്ളം പറയില്ല, പ്രത്യേകിച്ച് ലൈംഗികപരമായ ഒരു ആക്രമണം ഉണ്ടായെങ്കിൽ കള്ളം പറയില്ല എന്നാണ് നമ്മളെല്ലാം വിശ്വസിച്ചിരുന്നത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ബഹുഭൂരിപക്ഷവും. പക്ഷേ ആ ഗ്യാപ്പ് മുതലാക്കി ചില സ്ത്രീകൾ വ്യാജ പരാതികൾ കൊടുക്കുന്നുണ്ട് എന്ന വിഷയം നമുക്ക് പലപ്പോഴും അറിയാം. ഞാൻ തന്നെ മുമ്പ് പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ള ഉമ്മൻചാണ്ടി സാറിനെതിരെയുള്ള വ്യാജ പരാതി കേസ്, നിവിൻ പോളിക്കെതിരെയുള്ള കേസ്, എൽദോസ് കുന്നപ്പള്ളിക്കെതിരെയുള്ള കേസ്, ഇപ്പോ അതെല്ലാം മാറി ഹൈക്കോടതി ഒരു സോളിഡ് ആയ കേസ് കൂടെ പറഞ്ഞിരിക്കുന്നു. അത് നൌഷാദ് എന്ന 57 വയസ്സുള്ള ഒരു എംപ്ലോയറുടെ കേസാണ്. ഇദ്ദേഹത്തിന് താഴെ നിൽക്കുന്ന അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ത്രീയെ പിരിച്ചുവിട്ടു. ആ സ്ത്രീയെ പിരിച്ചുവിട്ടതിന്റെ കാരണം അവർക്ക് എഫിഷ്യൻസി കുറവാണ്, ജോലിയിൽ ക്ഷമതയും കാര്യങ്ങളും ഇല്ല. ഈ സ്ത്രീ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അയാളെ ഭീഷണിപ്പെടുത്തി, നിങ്ങളെ ഞാൻ കാണിച്ചു തരാമോ, എന്നിട്ട് കുറച്ചു കാലം കഴിഞ്ഞ് എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തു. ദൈവം സഹായിച്ച റെക്കോർഡിംഗ് പറ്റും ഇയാളുടെ ഉള്ളായിരുന്നുകൊണ്ട് ഇയാളെ രക്ഷപ്പെട്ടു. ആലോചിച്ച് നോക്കുക, ഓഫീസിൽ ഒരു പ്രശ്നം ഉണ്ടായി, ഒരു സ്ത്രീയെ പിരിച്ചുവിട്ടു. ആ സ്ത്രീ പ്രതികാരമായിട്ട് എന്ത് ചെയ്യുന്നു, ഇയാൾ എന്നെ കടന്നു പിടിച്ചു, ലൈംഗികമായി അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട പോലീസിനും കോടതിക്ക് മുമ്പിൽ കേസ് കൊടുത്തു. ഹൈക്കോടതി അതിശക്തമായി പറഞ്ഞിരിക്കുന്നത് അങ്ങനെ വ്യാജ പരാതി കൊടുക്കുന്നവർക്കെതിരെയും നടപടി വേണമെന്നുള്ളതാണ്. ഇതൊരു പക്ഷേ ഇന്നലത്തെ ദിവസം വളരെ സിഗ്നിഫിക്കന്റ് ആണ്. ഇന്നലെ നോർത്ത് ഇന്ത്യയിൽ ഇതേപോലെ ഹസ്ബൻഡിനും ഹസ്ബൻഡിന്റെ കൂട്ടുകാർക്കുമെതിരെ വ്യാജ പരാതി കൊടുത്തൊരു സ്ത്രീയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയുണ്ടായി. അവർ പറഞ്ഞത് ഈ 4 പേരും ചേർന്ന് തന്നെ പീഡിപ്പിച്ചു, റേപ്പ് ചെയ്തു. കേസിന് ഗ്രാവിറ്റി കൂടാൻ അവരുടെ സ്വകാര്യ ഭാഗങ്ങളിൽ കുത്തി ഇറക്കി തുടങ്ങിയ കാര്യങ്ങൾ പറഞ്ഞു. കോടതി കണ്ടെത്തി അങ്ങനെ യാതൊന്നും സംഭവിച്ചിട്ടില്ല, പരാതി വ്യാജമായിരുന്നു, ഇവർ റേപ്പ് ചെയ്യപ്പെട്ടിട്ടില്ല, ഇവർ പറയുന്നത് പോലെ ഒരു കാര്യവും സംഭവിച്ചിട്ടില്ല. അപ്പൊ ഈ സ്ത്രീകളോട് പലപ്പോഴും അവർക്ക് തെറ്റായ ഉപദേശം നൽകുന്നവർ പറയുന്നത് കുറച്ച് ഗ്രാവിറ്റി കൂട്ടി ഗുമ്മിഫൈ ചെയ്ത് കുറച്ച് ഗുമ്മാക്കി ഇത്തരം പരാതികൾ കൊടുത്താൽ അത് രാജ്യവ്യാപകമായ ചർച്ചയാവും. കുറെ ദിവസം ഈ ആണുങ്ങൾ ജയിലിൽ കിടന്നോളും, ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വരുമ്പം ഇവരെല്ലാം റേപ്പിസ്റ്റ് ആണ് എന്ന ടാഗ് ഉണ്ടാവും, ഇവർ അതിജീവിതയായി വിളങ്ങും അല്ലെങ്കിൽ തിളങ്ങി നിൽക്കുമെന്നാണ് അവർ വിചാരിച്ചത്. പക്ഷേ
കോടതിയുടെ അടക്കം പോലീസിന്റെ അടക്കം ഊർജ്ജസ്വലമായ നിലപാട് കൊണ്ട് നോർത്ത് ഇന്ത്യയിലാണ് ആ സ്ത്രീയെ ഇന്നലെ അറസ്റ്റ് ചെയ്യുകയുണ്ടായി. ഇത് സംഭവിക്കുന്നത് എന്നിട്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി, ഇത് കേരള ഹൈക്കോടതിയാണ്, കേരള ഹൈക്കോടതി ഇന്നലെ പറഞ്ഞിരിക്കുന്ന വളരെ പ്രസക്തമായ കാര്യം, വ്യാജ പീഡന പരാതികൾ ഒരു വ്യക്തിക്ക് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ബോധവാന്മാരാകണം. കോടതി പറയുന്നതാണ്, ഈ വ്യാജ പീഡന പരാതി വന്നാൽ ഒരാളുടെ വ്യക്തി ജീവിതം ഇല്ലാതാകുകയാണ്, കരിയർ ഇല്ലാതാകുകയാണ്, കുടുംബം ഇല്ലാതാകുകയാണ്. ഞാൻ അടക്കം പുരുഷ കമ്മീഷന് വേണ്ടി